എല്ലാവർക്കും മല്ലൂഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആലപ്പുഴ ജിംഖാന, ഡൊമിനിക്, മരണമാസ്, ഗെറ്റ്സെറ്റ് ബേബി തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് റെട്രോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സൂര്യനായകനായി ഏറ്റവും പുതിയതായിട്ട് റിലീസായ സിനിമയാണ് റെട്രോ. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. നെഗറ്റീവ് അഭിപ്രായമാണ് റെട്രോയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം ലാസ്റ്റ് വീക്കിലാണ് റെട്രോ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് കപ്പ്. മാത്യു തോമസ്, അനിക, നമിത തുടങ്ങി ഒരുപാട് പേര് കപ്പ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു സ്പോർട്സ് റൊമാൻറ്റിക്കൽ മൂവിയാണ്. പക്ഷേ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ വിജയിക്കാൻ സാധിച്ചില്ല. കപ്പ് ഒരു അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. ഇപ്പോൾ ഒടുവിൽ സൈനപ്ലൈ ആണ് കപ്പ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ മെയ് മാസം ലാസ്റ്റ് വീക്കിലാണ് സൈനപ്ലൈയിൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിലെ ഒരു റിയൽ സ്റ്റോറിയാണ് തങ്കമണി പറഞ്ഞു പോയത്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ദിലീപും നീതാപിള്ളയുമാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ നല്ല ഹൈപ്പോട് കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ വേണ്ടത്ര അഭിപ്രായം തങ്കമണിക്ക് ലഭിച്ചില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് തങ്കമണിയുടെ OTT റിലീസ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഇപ്പോൾ ഈ മാസം ലാസ്റ്റ് വീക്കിൽ ആമസോൺ പ്രൈമിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് ബിഗ് ബൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. സൺനെസ്റ്റാണ് ബിഗ് ബൻ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം 28-നാണ് ബിഗ് ബൻ സിനിമയുടെ OTT റിലീസ്. വിനയ് ഫോർട്ട്, അനുമോഹനാണ് ബിഗ് ബൻ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ബിഗ് ബൻ സ്വന്തമാക്കിയത്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസണക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ആക്ഷൻ കോമഡി മൂവിയാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് രാമചന്ദ്ര. സിനിമ റിലീസായിട്ട് 2 വർഷം കഴിഞ്ഞു. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. നിവിൻ പോളിയാണ് സിനിമയിലെ നായകൻ. മമിത ബൈജു സിനിമയിലുണ്ട്. ഇപ്പോൾ അവസാനം ആമസോൺ പ്രൈമാണ് രാമചന്ദ്രയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം 30-ന് മുന്നേ രാമചന്ദ്ര OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് അഭിലാഷം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. സൈജു കുറുപ്പാണ് സിനിമയിലെ നായകൻ. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. മനോരമ മാക്സ് കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ആഴ്ചയായിരിക്കും അഭിലാഷത്തിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. പക്ഷേ ഡൊമിനിക്കിന് വിജയിക്കാൻ സാധിച്ചില്ല. മമ്മൂട്ടി, ഗോകുൽ സുരേഷാണ് ഡൊമിനിക്കിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഈ മാസത്തിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ്സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ഗെറ്റ്സെറ്റ് ബേബി സ്വന്തമാക്കിയത്. ഇതൊരു കോമഡി മൂവിയാണ്. നിഖില വിമൽ, ഉണ്ണിമുതനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. മനോരമ മാക്സ് ആണ് ഗെറ്റ്സെറ്റ് ബേബിയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി ഫാമിലി മൂവിയാണ്. ഈ സിനിമ ഈ ആഴ്ചയാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് ജിംഖാന സ്വന്തമാക്കിയത്. ഖാലിദ് റഹ്മാനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നസ്ലിനാണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ആമസോൺ പ്രൈമാണ് ജിംഖാനയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം 25-ന് ആമസോൺ പ്രൈമിലാണ് ജിംഖാനയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഭാവനയാണ് സിനിമയിലെ നായിക. ഹണ്ട് ഒരു മിസ്റ്ററി ഹൊറർ സിനിമയാണ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മനോരമ മാക്സിൽ മെയ് മാസം 23-നാണ് ഹണ്ട് സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി. ഒഫീഷ്യലായതുകൊണ്ട് മാറ്റം വരില്ല. ഷാജി കൈലാസാണ് ഹണ്ട് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഹണ്ട്. എന്നിട്ടും OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. അത്രയ്ക്കും ഡിമാൻഡാണ് ഹണ്ട് സിനിമയ്ക്ക്. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ അൾട്രാ ഫ്ലോപ്പായ സിനിമയാണ് നടികർ. ഇറക്കിയ പൈസ പോലും സിനിമയ്ക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചില്ല. ടോവിനോ, ഭാവന, സൗബിൻ തുടങ്ങി ഒരുപാട് പേര് നടികർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ടും സിനിമ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് നടികർ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഈ മാസത്തിലാണ് OTT റിലീസ്. ഒരുപാട് പേര് നടികർ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം സിനിമ തിയേറ്ററുകളിൽ കാണാൻ സാധിച്ചിട്ടില്ല. അത്രയ്ക്കും പരാജയപ്പെട്ട സിനിമയാണ് നടികർ. അടുത്തൊരു അപ്ഡേറ്റ് മരണമാസം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബേസിലാണ് സിനിമയിലെ നായകൻ. ഇതൊരു കോമഡി മൂവിയാണ്.
നല്ല അഭിപ്രായമാണ് മരണമാസ് സ്വന്തമാക്കിയത്. അതുകൊണ്ട് തന്നെ സിനിമയുടെ OTT പെട്ടെന്നാണ് വിറ്റുപോയത്. ടോണിയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. സോണി ലീവാണ് മരണമാസിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മെയ് മാസം 15-ന് സോണി ലീവിലാണ് മരണമാസിന്റെ OTT റിലീസ്. സോണി ലീവ് ആയതുകൊണ്ട് മെയ് മാസം 14-ന് വൈകിട്ട് 5 മണിക്ക് തന്നെ സിനിമ റിലീസാവും. ഇനിയും ഒരുപാട് സിനിമകൾ ഈ മാസം റിലീസിനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.